മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നോട് സ്നേഹമുള്ളവരാരാൻ അവരെന്റെ പേർക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം, അവൻ പാവങ്ങളെ സഹായിക്കണം. ഷഫീഉന മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലുകയും പാവപ്പെട്ടവന്റെ വേദനയോടെ, കണ്ണുനീരോടെ, ദുഃഖത്തോടെ, ദുരിതത്തോടെ വീട്ടിന്റെ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ആയിരമല്ല പതിനായിരക്കണക്കാന ആളുകൾ നമ്മുടെ ഈ പരിസരത്തുണ്ടാകാം. അവരുടെ വീടുകളിൽ നിങ്ങൾ പോകണം, അവരെ സഹായിക്കണം, അവരുടെ വിഷമങ്ങൾ മാറ്റണം. അവരുടെ കണ്ണുനീര് തുള്ളുകൾ ഓരോന്നായി തുടച്ചു മാറ്റിയാൽ നിങ്ങളെപ്പോലെ സൗഭാഗ്യവാന്മാർ ഈ ലോകത്തില്ല എന്ന് പഠിപ്പിച്ചത് ഒരിക്കൽ പോലും കളവ് പറയാത്ത ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാം, ഈ വേദി അതിന്റെ വേദിയാണ്, പാവങ്ങളുടെ വേദിയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേർക്ക് സ്വലാത്ത് ചൊല്ലുന്ന വേദിയാണ്. അതല്ലേ പറഞ്ഞത്, ആരാണ് എന്റെ പേർക്ക് 10 സ്വലാത്ത് ചൊല്ലുന്നത്? അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനുണ്ടോ അവന്റെ റൂഹ് ഞാൻ പിടിക്കും. ഏതുപോലെ അഖ്ബിദു റൂഹഹു കമാ അഖ്ബിദു അർവാഹൽ അംബിയാ, അംബിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ, അംബിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ 10 സ്വലാത്ത്, അധികമൊന്നും വേണ്ട. 1000 ചെല്ലാൻ പറഞ്ഞിട്ടില്ല, 2000 ചെല്ലാൻ പറഞ്ഞിട്ടില്ല, 10 ചൊല്ലിക്കോളി. ഈ 10 ചൊല്ലിയാൽ അംബിയാക്കളുടെ റൂഹ് എപ്രകാരമാണോ പിടിച്ചെടുക്കുക, ഇതുപോലെയാണ് ആ 10 സ്വലാത്ത് ചൊല്ലിയ ആളിന്റെ റൂഹ് ഞാൻ പിടിച്ചെടുക്കുക നബിയെന്ന് ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം. ഉണ്ടോ 10? ഇന്നിപ്പോ എത്ര ചൊല്ലി? നിങ്ങൾ എത്ര ചൊല്ലി? ഇസ്രാഫീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു, നബിയേ, ആരാണ് അവിടുത്തെ പേർക്ക് 10 സ്വലാത്ത് ചൊല്ലുന്നത്? അന അസ്ജുദു ലില്ലാഹ് മാ അർഫഉ റഅസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. നബിയേ, ആരാണ് അവിടുത്തെ പേർക്ക് 10 സ്വലാത്ത് ചൊല്ലുന്നത്? അന അസ്ജുദു ലില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പില് ഞാൻ സുജൂദിന് വീഴും നബിയേ. മാ അർഫഉ റഅസീ, എന്റെ തലയെ ഞാൻ റബ്ബിന്റെ കോടതിയിൽ നിന്ന്, അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് എന്റെ തലയെ ഞാൻ ഉയർത്തില്ല നബിയേ. ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ആരാണോ 10 സ്വലാത്ത്, ഇവിടെ നോക്കി, ആരാണോ 10 സ്വലാത്ത് ചൊല്ലിയത്, ഏതൊരു പെണ്ണാണോ 10 സ്വലാത്ത് ചൊല്ലിയത്, ആ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്ത് ഒരു 10 പവർ കൊണ്ട് അള്ളാഹു ആ ചൊല്ലിയ മനുഷ്യന്റെ പാപങ്ങളെ പുറത്തു കൊടുത്തുവെന്ന് അള്ളാഹു തന്നെ അറിയിക്കാതെ ഞാൻ എന്റെ തലയെ സുജൂദിൽ നിന്നും ഉയർത്തില്ല എന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മലക്ക് ഇസ്രാഫീൽ. ഉറക്കെ പറയും, ബഹുമാനപ്പെട്ട മലക്ക് ഇസ്രാഫീൽ. യാ അല്ലാഹ്, അള്ളാഹു നമ്മൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്തുകളൊക്കെ അതിനൊരു നിമിത്തമാക്കട്ടെ. ഉറക്കെ പറയും, ഈ സദസ്സ് ദുആന്റെ സദസ്സാണ്. എന്നെ നിങ്ങൾ നോക്കണ്ട, അവിടെ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകളുണ്ട്. അള്ളാന്റെ റഹ്മത്തിന്റെ മാലാകമാരുള്ള സദസ്സാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ ആമീൻ പറഞ്ഞു. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വലാത്തുകൾ ചൊല്ലിക്കോളി. എങ്ങനെ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ പറ്റുക? നമ്മളെ കൊണ്ട് എങ്ങനെ പറ്റുക? അള്ളാന്റെ ഹബീബ് നമ്മളെ സ്നേഹിച്ചിട്ടില്ലേ ഒരുപാട്. ആ റസൂലുള്ളാഹിന്റെ പേർക്ക് നമ്മുടെ ജീവൻ കൊടുത്താലും, നമ്മുടെ സൗണ്ട് പോയാലും, അള്ളാന്റെ ഹബീബിന്റെ പേർക്ക് തൊണ്ട വെട്ടുന്ന രീതിയിൽ സ്വലാത്തിന്റെ പേരുകൾ ചൊരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ സ്വർഗം ഉറപ്പാൻ. അത് പഠിപ്പിക്കുന്ന മറ്റാരുമില്ല. എന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ലി എന്നെ സ്നേഹിക്കുന്നത് ആരാണോ അതിലേക്ക് ഞാൻ സ്വർഗം മേടിച്ചു കൊടുക്കുമെന്ന് കാരുണ്യത്തിന്റെ കടലായ മുസ്തഫായ നബി സല്ലല്ലാഹു. അതുകൊണ്ട് അത് വേണം കുറക്കെ ചൊല്ലിക്കോളി. അതിനു വേണ്ടി ഈ സദസ്സ്. وَإِذَا نُفِخَ فِي الصُّورِ أُخْرَى فَإِذَا هُمْ قِيَامٌ يَنظُرُونَ إِذَا زُلْزِلَتِ الْأَرْضُ زِلْزَالَهَا وَأَخْرَجَتِ الْأَرْضُ أَثْقَالَهَا وَقَالَ الْإِنسَانُ مَا لَهَا يَوْمَئِذٍ تُحَدِّثُ أَخْبَارَهَا بِأَنَّ رَبَّكَ أَوْحَى لَهَا يَوْمَئِذٍ يَصْدُرُ النَّاسُ أَشْتَاتًا لِيُرَوْا أَعْمَالَهُمْ
فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره اقترب للناس حسابه وهم في غفلة معرضون. മൂന്നെണ്ണോട് ഓതിയിട്ടുള്ളത്. ഒന്ന് ഖബർ, പിന്നെ ഓതിയിട്ടുള്ള രണ്ടായത്തുകൾ ഖിയാമത്ത് നാളുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ. ഒരു മനുഷ്യൻ മരിച്ചു, ഈ ലോകത്തിൽ എല്ലാവരും മരിക്കാണ്. ഖിയാമത്ത് നാൾ സംഭവിച്ചു, എല്ലാവരും മണ്ണിന്റെ അടിയിലാണ്, എല്ലാവരും മണ്ണിന്റെ അടിയിലാണ്. 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണ്. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിളിക്കുന്നത് ആരെയെന്നറിയോ? 4 മലക്കുകളെയാണ്. നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ക്യാപ്റ്റന്മാരായ 4 മലക്കുകൾ ആരൊക്കെ ഒന്ന് പറഞ്ഞാണി? നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിൽ ക്യാപ്റ്റന്മാരാരൊക്കെയാ? പറയ്, പറഞ്ഞോളി, കുഴപ്പമില്ല, പറയ്. ബീരാൻകുട്ടിയാ? ആരാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മലക്ക്? നമ്മുടെ ഉമ്മമാര് പറയും, അത് നമുക്കറിയാവുന്ന, പക്ഷെ അവരിങ്ങോട്ട് പറയണില്ല എന്ന്. നമ്മുടെ ഉമ്മമാരുടെ കാര്യം ഭയങ്കര രസമാണ്. അവരെന്തു പറഞ്ഞാലും കേൾക്കണത് നേരെ ഉൾട്ടായിട്ടാണ്. 3 പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഇന്ന് പടച്ചോനെ, അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് ഇവിടെ ഒന്ന് പറഞ്ഞു വിട്ടു. നമ്മുടെ പിന്നെ അബ്ദുള്ള ഉസ്താനെ പോലുള്ള ആളുകൾ പറഞ്ഞു വിട്ടു, പെണ്ണുങ്ങളെ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ബാത്തിലാവും. ഇത് കേട്ട 3 പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയിരുന്നു. 3 സഹോദരിമാര് വീട്ടിൽ. 1-ാമത്തെ പെണ്ണ് കൈകെട്ടി അല്ലാഹു അക്ബർ സൂറത്തുൽ ഫാത്തിഹ ഓതി. 2-ാമത്തെ പെണ്ണും കെട്ടി, 3-ാമത്തെ പെണ്ണും കൈകെട്ടി. 3 പേര് നിൽക്കാണ്, വരിവരിക്കുന്ന നിൽക്കാൻ നിസ്കരിക്കാൻ. അപ്പൊ 1-ാമത്തെ പെണ്ണിങ്ങനെ കൈ കെട്ടി നിന്നപ്പോ എന്തോ ഒരു സൗണ്ട് കേട്ടു അടുക്കളയിൽ. അപ്പൊ ഈ പെണ്ണിങ്ങനെ കൈകൊണ്ട് തട്ടി അടുത്തിരിക്കുന്ന പെണ്ണിനെ. എന്നിട്ട് ഇടി അടുക്കള പൂച്ച കയറുമെന്നൊരു സംശയമുണ്ട്. അപ്പൊ 2-ാമത്തെ പെണ്ണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ ഓതിയിട്ട് നിൽക്കാൻ. ഈ പെണ്ണിങ്ങനെ പറയുന്നിട്ടപ്പോ ഈ പെണ്ണ് പറഞ്ഞ്, എടി ഉസ്താദ് പറഞ്ഞില്ല നിസ്കാരത്തിൽ മിണ്ടാൻ പാടില്ല. അപ്പൊ ഇത് കേട്ടിട്ട് 3-ാമത്തെ പെണ്ണ് 1-ാമത്തെ റക്അത്തും കഴിഞ്ഞപ്പോ 2-ാമത്തെ റക്അത്തിലേക്ക് വന്നു. ഈ പെണ്ണ് പറയാ, അതുകൊണ്ടല്ലേ ഞാൻ അവിടെ മിണ്ടാതേക്കുന്നത്. ഒക്കെ പോയില്ലേ? ഇതാ നമ്മുടെ ഉമ്മമാർ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ്. 1-ാമത്തെ എന്താണ്? 4 മലക്കുകൾ ആരാണ്? ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ, മീകാഈൽ, ഇസ്രാഫീൽ, അസ്റാഈൽ. ഈ 4 മാലാഖമാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിളിക്കുകയാ. വിളിച്ചുകൊണ്ട് പറയുന്ന മലക്കുകളെ, فإذا نفخ في الصور أخرى فإذا هم قيام ينظرون. മലക്കുകളെ, നിങ്ങൾ ഭൂമി ലോകത്തേക്കൊന്ന് ഇറങ്ങിപ്പോവുക. ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നു. അവിടെ നിന്ന് അല്ലാഹുവിന്റെ മലക്കുകളെല്ലാവരും ഇറങ്ങി വന്നു. 4 പേരും കടന്നു വരികയാണ്. പക്ഷേ അവർ നോക്കുമ്പോഴോ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഖറജത്തിൽ അർളു വഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. ഭൂമിയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ്. എന്തിനാണ് അവർ ഭൂമി ലോകത്തേക്ക് വന്നതെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ മലക്കുകളെ പറഞ്ഞു വിട്ടത്, മലക്കുകളെ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് വരുമോ? ആദ്യമായിട്ട് പുനർജീവിപ്പിക്കുന്ന റസൂലുള്ളാഹല്ലേ. അല്ലാഹുവിന്റെ റസൂലിനെ വന്ന് കൊണ്ടുവരാൻ പറയുകയാണ്. ഇവരെല്ലാവരും ഇറങ്ങി വന്നു. അവർ നോക്കുമ്പോൾ ഭൂമിയില്ല, തകർത്ത് തരിപ്പണമാക്കി ഭസ്മമാക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള കാണുന്നില്ല. ഉടൻ തന്നെ 4 മലക്കുകൾ അല്ലാഹുവിനോട് കൈയോർത്തുകയാണ്. അല്ലാഹുവേ, അയിന റൗളത്തുൻ നബി മുസ്തഫ മുഹമ്മദ്. എവിടെയാ പടച്ചവനെ റസൂലുള്ളാഹിന്റെ റൗള? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ അല്ലാഹ്. അപ്പോഴാണ് അല്ലാഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, മലായിക, ദുനിയാവിലെ ഭൂമിയിലെ ആ പ്രകാശം കാണുന്ന സ്ഥലം കണ്ടോ? അതാ എന്റെ റസൂൽ കിടക്കുന്ന റൗള എന്ന് പറഞ്ഞപ്പോ 4 മലക്കുകളും റൗളന്റെ ചാരത്ത് പോവുകയാണ്. എന്നിട്ട് 4 പേരും അവിടെ വെച്ചുകൊണ്ടൊരു ചെറിയൊരു
തർക്കം അവിടെ വെച്ചുണ്ടാക്കുകയാണ്. അതാ ചില്ലറ തർക്കമല്ല, അതൊരു വല്ലാത്തൊരു തർക്കമാ. അവിടന്ന് ജിബ്രീൽ പറഞ്ഞു, അസ്റായീൽ, അല്ലാഹുവിന്റെ ഹബീബിനെ നിങ്ങൾ വിളിക്കണേ, നിങ്ങളല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിച്ചത്, അതുകൊണ്ട് നിങ്ങളെ റസൂലുള്ളാഹിനെ വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവിടന്ന് പറഞ്ഞില്ല, ഞാൻ വിളിക്കൂല, എനിക്ക് നാണമാണ്. നാണം എന്ന് വെച്ചാൽ അള്ളാഹിന്റെ ഹബീബിനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, മുസ്തഫ നബി തങ്ങളെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, പിന്നെയോ അള്ളാഹിന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ്, അനുരാഗം കൊണ്ടാണ്. അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ വിളിക്കൂല, അതുകൊണ്ട് മീകായിൽ വിളിക്കട്ടെ. മീകായിൽ പറഞ്ഞു, ഞാനും വിളിക്കൂല, ഞാനും വിളിക്കൂല, ഇസ്രാഫീൽ വിളിക്കട്ടെ. ഇസ്രാഫീൽ പറഞ്ഞു, ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ നിന്ന് ഞാൻ എന്റെ റസൂലുള്ളാഹിനെ വിളിക്കൂല. അവിടുന്ന് 3 മലക്കുകൾ തീരുമാനിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഹിറാന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ അവിടത്തേക്ക് കടന്നു പോയതാരാ? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്തെപ്പോഴും പോകുന്നത് മലക്ക് ജിബ്രീൽ. അതുകൊണ്ട് ജിബ്രീൽ വിളിക്കട്ടെ. ബഹുമാനപ്പെട്ട നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അതാ റൗലന്റെ ചാരത്തേക്ക് പോവുകയാണ്. അന്നിട്ടവിടുന്നതാ വിളിക്കുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖും ബിഇദ്നില്ലാഹ്. എഴുന്നേറ്റ് വരണേ റസൂലല്ലാഹ്, അവിടുന്ന് എഴുന്നേൽക്കണേ നബിയേ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എഴുന്നേറ്റ് വരണേ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയങ്ങ് പിളരുകയാണ്. അവിടുന്ന് മുസ്തഫ നബി തങ്ങൾ എഴുന്നേൽക്കുന്നു. അവിടുന്ന് തലയിലുള്ള മണ്ണെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് വരുമ്പോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുടവകളോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുക്കുമ്പോ അതൊന്നും മുസ്തഫ നബി തങ്ങൾ മേടിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, എന്റെ അബൂബക്കർ എവിടെ, എന്റെ ഉമർ എവിടെ, എന്റെ ഉസ്മാൻ എവിടെ, എന്റെ പുന്നാര പൊന്നുമോള് ഫാത്തിമ എവിടെ, എന്റെ കൊല്ലം ജില്ലയിൽപ്പെട്ട മുസ്ലിമായവര്, എന്റെ പേർക്ക് സ്വലാത്തുകൾ ചൊല്ലിയവര്, എന്നെ ഇഷ്ടപ്പെട്ട എന്റെ സഹോദരങ്ങളെവിടെ? എനിക്ക് സ്വർഗത്തിന്റെ പട്ടുടവുകൾ വേണ്ട, സ്വർഗത്തിന്റെ ആനുകൂല്യം വേണ്ട, എന്റെ ഉമ്മത്തുകൾ രക്ഷപ്പെടാതെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മുത്തല്ലേ സഹോദര. അതുകൊണ്ട് അത്രത്തോളം സ്നേഹം തന്ന റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹിന്റെ പേർക്ക് എന്തുകൊണ്ടാണ് സ്വലാത്തുകൾ ചൊല്ലാൻ മതിമറന്നു പോകുന്നത്? അതുകൊണ്ട് ഈ സദസ് ഇൻഷാ അല്ലാഹ് ഇന്ന് അവസാനം നമ്മൾ പിരിയുമ്പോ 11 സ്വലാത്ത് ചൊല്ലിയിട്ട മുസ്തഫ നബി തങ്ങളുടെ പേർക്ക് 11 സ്വലാത്തുകൾ ചൊല്ലിയിട്ട ദുആ ഇറക്കുക. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടി മുഴുവൻ ആളുകളും ചെറുപ്പക്കാരും സഹോദരങ്ങളും എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലിയിട്ടുള്ള ഒരുപാട് സ്വലാത്തുകളില്ലേ, അതിന്റെ എല്ലാം പവർ കൊണ്ട് ഈ സദസ്സിൽ രോഗമായിട്ട് വിഷമത്തോടെ വേദനയോടെ കണ്ണുനീരോടെ പ്രയാസത്തോടെ ഇരിക്കുന്നവരുണ്ടോ? അവരുടെയൊക്കെ വേദനകളും ദുഃഖങ്ങളും മാറ്റണേ അല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടുന്ന് മുസ്തഫ നബി തങ്ങളെ റൗള ഷരീഫിൽ നിന്ന് അല്ലാഹു വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അങ്ങനെ എഴുന്നേൽക്കുമ്പോഴും ചോദിക്കുന്നത് ആരെയാ? നമ്മളെയാ, നിങ്ങളെയാണ്. അത്ര സ്നേഹവും നമ്മളോട് ആദരവായി നബിയുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്, ഇതുപോലെ സ്വലാത്തിൽ പോലും അത്ര സ്നേഹിച്ച റസൂലുള്ളാഹിക്ക് ഒന്നുറക്കെ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല.
നമ്മുടെ തൊണ്ട പൊട്ടിക്കോട്ടെ, ഒരു വിഷയമില്ല. നമ്മുടെ മനസ്സ് പൊട്ടിക്കോട്ടെ, പതറിപ്പോകട്ടെ, കുഴപ്പമില്ല. ആ സ്നേഹം നമ്മൾ കൊടുക്കേണ്ടുന്നത് അത് സ്വലാത്തിലൂടെയാണ്. അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ പറ്റും. അന ആഖുദും ബിയദിഹി വഅമറുഹു അല സിറാത്തിക്കൽ ബർക്കൽ ഖാതിഫി. സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനെ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലൂടെ ഇടിമിന്നൽ വേഗത്തിൽ ഞാൻ കൊണ്ടുപോകുമെന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. യാ അല്ലാഹ്, ചിന്തിക്കണം അല്ലെ? നമ്മളൊക്കെ എന്താ പറയുക, അല്ലാഹ് സിറാത്ത് പാലത്തിലൊന്ന് കടന്നിട്ടാൽ മദീന പാലം, ആ പാലത്തിൽ നിന്ന് കാല് തെറ്റിയാൽ നേരെ നരകത്തിൽ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. മനസ്സറിഞ്ഞ് പറയാം, അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അതുകൊണ്ട് സിറാത്ത് പാലമൊക്കെ രക്ഷപ്പെടാൻ 10 സ്വലാത്ത് അല്ലേ? പാപങ്ങൾ പൊറുക്കാൻ 10 സ്വലാത്ത് എന്നും പറഞ്ഞപ്പോ പാപങ്ങൾ പൊറുക്കും പറഞ്ഞപ്പോ സ്വലാത്തും ചൊല്ലിയിട്ട് ഇപ്പൊ നിസ്കരിക്കാൻ വരുന്ന പറ്റൂല. അങ്ങനെയുണ്ടേ, എന്തെങ്കിലും കേട്ടാ അങ്ങോട്ട് പിന്നെ വെള്ളം ഒഴിക്കാതെ അങ്ങോട്ട് വിഴുങ്ങിട്ട് വരൂല. എന്ത് ചെയ്യണം? സ്വലാത്ത്, ആ ഒരു സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് പാപങ്ങൾ അങ്ങനെ അങ്ങോട്ട് പൊറുക്കൂല. ആദ്യം നിസ്കരിക്കാം, റബ്ബിനോട് ചോദിച്ചു മടങ്ങാം, ഇല്ലെങ്കിൽ രക്ഷയില്ലല്ലോ. അതുകൊണ്ടൊരു ആഗ്രഹം വെക്കി, അല്ലാഹുവേ മരിക്കുന്നതിനും